കൃഷ്ണൻകുട്ടി, ഞാനെന്ന് പറഞ്ഞില്ലേ വിസാകാര്യം, പാർട്ടി എത്തിയിട്ടുണ്ട്. അതേന്ന്. സത്യമാണോ റഹ്മാനെ? അവരെവിടാണ് ക്യാമ്പ്? സിറ്റി ലോഡ്ജിൽ. നീ നമ്മുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, 90% ഉറപ്പുള്ള കാര്യമാണ്. നീ പത്രമൊക്കെ കൊടുത്തിട്ട് ഉച്ചയോട് കൂടി എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് ഇന്ന് തന്നെ പോയി അവരെ കാണണം. ഈശ്വര, ഇത് നടക്കണേ. പ്ലംബിങ്ങിനും വയറിങ്ങിനും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സ്റ്റേറ്റിൽ 3 പേരിൽ ഒരാളാണ് സാർ ഞാൻ, KC കൃഷ്ണൻകുട്ടി. പത്രത്തിലൊക്കെ പേര് വന്നിരുന്നു. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് സ്കോളർഷിപ്പ് തരാമെന്ന് പറഞ്ഞതാ. മിസ്റ്റർ കൃഷ്ണൻകുട്ടി, നമുക്കിപ്പോ പ്ലംബിങ്ങിനും വയറിങ്ങിനും ഒന്നും ആളാവശ്യമില്ല. 10-40 കാർപ്പന്റേഴ്സിനെയാണ് ഇപ്പൊ കമ്പനിക്ക് ആവശ്യം. കാർപ്പന്റേഴ്സോ? അതെ, മരപ്പണിക്കാർ. ഈ ആശാരിമാര്. 41 ആശാരിമാർക്കുള്ള NOC ആണ് ശരിയായി വന്നിരിക്കുന്നത്. ആശാരിപ്പണി ഞാൻ പഠിക്കാം സാർ. എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു ആശാരി ടേസ്റ്റ്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ആശാരി ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുമ്പോൾ ആശാരിമാര് പണിയുന്ന നോക്കി മണിക്കൂറുകളോളം ഞാൻ എല്ലാം മറന്നു നിന്നിട്ടുണ്ട്. കൊട്ടുപടി താളം, അതിന്റെ ആ ശാന്തത. പഠിക്കാം സാർ, ഞാൻ പഠിക്കാം. എന്റെ പേരോട് എഴുതിക്കോ, KC കൃഷ്ണൻകുട്ടി. KC കൃഷ്ണൻകുട്ടി, അതൊന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. സാർ, എങ്ങനെയെങ്കിലും ഇവന് കൂടി ഒരു NOC സംഘടിപ്പിച്ചു കൊടുക്കണം. ഇവന്റെ കുടുംബസ്ഥിതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഏറെ നാളത്തെ എന്റെ സ്വപ്നമാണ് സാർ, എന്നെ കൈവടിയരുത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. 41 ആശാരിമാരെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് യാത്രയ്ക്ക് തയ്യാറാക്ക്. എങ്കിൽ എന്റെ റിസ്കിൽ നിങ്ങൾക്കൊരു വിസ ഞാൻ ശരിയാക്കാം. 41 ആശാരിമാരെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ തനിക്കൊരു റിഡക്ഷൻ കൂടി. തന്റെ വിസയ്ക്ക് പാതി കാശ് തന്നാൽ മതി. എത്ര ആശാരിമാർ കൂടുന്നുവോ അത്രയും നിങ്ങളുടെ വിസയ്ക്കുള്ള പണം കുറയും. എന്തു പറയുന്നു? ശരിയാക്കാം സാർ, 41 ആശാരിമാരെ ഞാൻ സംഘടിപ്പിക്കാം. വെരി ഗുഡ്. ഇതേ ഒന്ന് നിന്നേ. അതെ, നമ്മുടെ തങ്കപ്പൻ ആശാരിക്ക് എത്ര പെമ്മക്കളാ? എന്താ കാര്യം? 6 ആണോ 7 ആണോ? 7. എല്ലാത്തിനും കിട്ടിച്ചല്ലേ? അപ്പൊ തങ്കപ്പൻ ആശാരിക്ക് 7 മരുമക്കൾ ആശാരിമാർ. പിന്നെ വേണമല്ലോ 12 പേരുടെ. എന്തിനാന്നേ? അതൊക്കെ പറയാം. നമ്മുടെ മലബാറിൽ പോയ ചന്ദ്രൻ ആശാരിക്ക് എത്ര ആൺമക്കളാ? ചന്ദ്രനാശാന്റെ മോളെ. നമസ്കാരം. എത്ര ആങ്ങളമാരാ? 3. അപ്പൊ 7 3 10. ഈ നാടകക്കാരിയുടെ കൂടെ ഒളിച്ചോടി പോയ പൊന്നപ്പൻ ഒന്നുമല്ല, സാക്ഷാൽ വിശ്വകർമ്മയോഗം. ഞാനൊരു കഥയോർത്തു പോവുകയാണ്. കാലവർഷക്കെടുതിയിൽ നമ്മുടെ പാണാട് പുഴ കര കവിഞ്ഞൊഴുകുമ്പോൾ ഒരു 6 വയസ്സുകാരൻ കൊച്ചുകുട്ടി തന്റെ കൊച്ചു വള്ളത്തിൽ തന്റെ നാട്ടുകാരെ അക്കരെ ഇക്കരെ കടത്തുന്ന കാഴ്ച കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ പിഞ്ചു ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ആ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനാണോ ഈ ഇരിക്കുന്ന കൃഷ്ണൻകുട്ടി. ആ ചെറുപ്രായത്തിൽ തന്നെ ആൾക്കാരെ അക്കരെ ഇക്കരെ കടത്താനുള്ള വാഞ്ചന ഈ ബാലനിൽ കുടികൊണ്ടിരുന്നു എന്നുള്ളതാണ് നക്കന സത്യം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കൃഷ്ണൻകുട്ടി ഈ നാടിന്റെ അഭിമാനമാണ്. ഇന്ന് കൃഷ്ണൻകുട്ടിയോടൊപ്പം നമ്മുടെ നാട്ടിലെ 40-ൽ പരം ആശാരിമാരും. ആശാരിമാരല്ലാത്തവർ വടക്ക് ഭാഗത്തും ആശാരിമാർ തെക്ക് ഭാഗത്തുമാണല്ലോ ഇരിക്കുന്നത്. എല്ലാവരും റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പേര് വിളിക്കട്ടെ. വിളിച്ചോളൂ. ആദ്യത്തെ പേരെന്താ? ഗോപാലൻ. ഗോപാലൻ ആശാരി. വന്നട്ടെ ഇരിക്കും. ചേട്ടന്റെ പേരെന്താ? ഗോപാലൻ. ഈ റേഷൻ കാർഡ് ചേട്ടന്റെ പേരിലല്ലല്ലോ. അത് ഞങ്ങളുടെ അല്ലേ കൃഷ്ണൻകുട്ടി? നിങ്ങളുടെ അല്ലേ? കൃഷ്ണൻകുട്ടി റേഷൻ കാർഡ് വേണമെന്നേ പറഞ്ഞുള്ളൂ, ആരുടെ വേണമെന്ന് പറഞ്ഞില്ല. എടോ, ഇത് പാസ്പോർട്ട് എടുക്കാനാ, സ്വന്തം തന്നെ വേണം. സ്വന്തം പോയി എടുത്തുകൊണ്ട് വാടോ. ആ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയല്ലോ. ഗണപതിയോട് കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. അടുത്ത പേരെന്താ? കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ ആശാരി. ഇരിക്കും. എന്താ പേര്? കുഞ്ഞിക്കണ്ണൻ. റേഷൻ കാർഡ് സ്വന്തമാണോ? അതെ. തടിപ്പണി അറിയുമോ? അതെന്നെ മറ്റേടത്തെ ചോദ്യം ചോദിക്കുന്നേ. അല്ല പിന്നെ, തന്റെ വീട്ടിലെ സ്റ്റൂളും കസേരയും ഞാനല്ലേ പണിതത്. അതിന്റെ 200 രൂപ ബാക്കി ഇപ്പോഴും തരാനുണ്ടല്ലോ. കുഞ്ഞിക്കണ്ണ, ഒരു ഇന്റർവ്യൂ ആവുമ്പോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതൊന്നും കാര്യമാക്കണ്ട.
മാഷേ ആ ജനറൽ നോളജ് ഒന്ന് പിടിച്ചേ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? അല്ലേ വി ഗിരി. കൊള്ളാം കൊള്ളാം, നല്ല ജനറൽ നോളജ് ആണ്, കൊള്ളാം. ഈ റേഷൻ കാർഡിന്റെ 1-ാം പേജും 3-ാം പേജും നിർബന്ധമായും വേണം. കുഞ്ഞിക്കണ്ണ, തന്റെ കുടുംബം ഇനി എങ്ങനെ റേഷൻ വാങ്ങും? വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, കീറാൻ ഞാൻ പറഞ്ഞില്ല. അല്ല, ആരാ പറഞ്ഞത് ഗൾഫിൽ ആശാരിമാരില്ലെന്ന്? ദേ, എന്റെ പെങ്ങള് കഴിഞ്ഞ 5 വർഷമായിട്ട് ഗൾഫിലാ. അവള് പറഞ്ഞത് അവിടെ ഈ ഷെയ്ഖുമാരിൽ പകുതിയിലധികവും ആശാരി ഷെയ്ഖുമാരെന്നാ. ആ പിന്നെ എന്റെ അളിയന്റെ പ്രാന്തല്ലേ ഷെയ്ഖാശാരിമാരുടെ ഇടയിലേക്ക് മരാശാരിമാരെ കൊണ്ടുവല്ല. എടാ ഫൽഗുന, നിന്റെ അളിയൻ ഈ പാവപ്പെട്ട നാട്ടുമ്പുറത്തേരെ പറ്റിക്കാൻ പറ്റും. പക്ഷേ വിവരമുള്ളവരും ഉണ്ട് ഇവിടെ. ആ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. കാര്യം എന്താണെന്നോ? നിങ്ങളെയൊക്കെ ജോലിക്കാന്നും പറഞ്ഞു കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയോ? എന്തിനാ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെയൊക്കെ കിഡ്നി എടുത്ത് അറബികൾക്ക് വിൽക്കാൻ. ഈ പറഞ്ഞത് സത്യമാ. ചേട്ടാ, ഈ ആശാരിമാരുടെ ഹെൽപ്പർമാരായിട്ട് അവിടെ വല്ല ചാൻസ് ഉണ്ടോ? ആദ്യം ഈ ആശാരിമാരൊന്ന് കര കയറട്ടെ, അതിനുശേഷം ഹെൽപ്പറായിട്ട് നിന്നെ കൊണ്ടുപോവാം. ആ ഒന്ന് നിന്നേ. ആ എന്താ എല്ലാരും കൂടെ? നിനക്ക് ആശാരിമാരുടെ കിഷ്ണി തന്നെ വേണോ അല്ലേ? കിഷ്ണിയോ? അതെന്തോന്നാ? കിഡ്നി എന്ന് പറഞ്ഞാൽ തനിക്ക് അറിയില്ല അല്ലേ? കൊച്ചുനാളെന്ന് മുതൽ അറിയാവുന്ന ഞങ്ങളോട് തന്നെ ഇത് കാണിച്ചോടാ. ആദ്യം തന്റെ അളിയന്റെ കിഡ്നി എടുത്ത് കൊടുക്ക്, എന്നിട്ട് മതി ആശാരിമാരുടെ കിഡ്നി എടുക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഈ ജോലിക്കാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കിഷ്ണി എടുത്ത് അറബിക്ക് വിൽക്കാനായിരുന്നല്ലോ എന്റെ പ്ലാൻ. ഈ കിഷ്ണി കച്ചവടം ഞങ്ങളെ കിട്ടത്തില്ല, വേറെ ആളെ വെക്കണം. പപ്പ ഈ പറയുന്ന നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ജോർജ് കുട്ടി, എന്താ സത്യമല്ലേ? നിശാചരേന്ദ്ര വാടാ മമ പൂജവീര്യമോ. എന്താടാ നീ കാലത്ത് ആളെ കൊല്ലാൻ നോക്കണ? പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. ഇന്റർവ്യൂ ആശാരിമാരെല്ലാം കാലുമാറി. നമ്മൾ രണ്ടാളും കൂടെ ഗൾഫിലേക്ക് ആശാരിമാരെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് അവരുടെ കിഡ്നി എടുക്കാനാണെന്ന്. ആര് പറഞ്ഞത് ഈ പോക്കിരിത്തരം? ജോർജ് കുട്ടി, മാഷി ബാലെ ട്രൂപ്പിന്റെ മറവിൽ പുറം രാജ്യങ്ങളിലേക്ക് കിഡ്നി കയറ്റി അയക്കുന്ന മാഫിയ ഗ്രൂപ്പിന്റെ തലവനാണെന്ന് അവൻ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. എന്താ പ്രശ്നം? മാഷ് ജോർജ് കുട്ടിയെ കൊല്ലാൻ പോകും. ഇന്ന് തന്നെ വല്ലോ? പിന്നെ നടക്കാതെ. മാഷെ, ഇന്ന് തന്നെ വേണോ? എല്ലപ്പം വാക്ക് പറഞ്ഞ വാക്കാ. അങ്ങോട്ട് ഇന്ന് ചോദിക്കേ, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. നീ നാട്ടുകാർ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലടാ. ഞാൻ എന്തെടുത്തിട്ടാ മാഷേ? ഞാൻ എന്റെ ബാലെ ട്രൂപ്പിന്റെ മറവിൽ വിദേശത്തേക്ക് കിഡ്നി കയറ്റി അയക്കുന്നു നീ പറഞ്ഞോ? മാഷ് കയറ്റി അയക്കുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ കിഡ്നി കയറ്റി അയക്കുന്ന ചില ഡാൻസ് മാഷുമാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാ. ഈ നാട്ടിൽ മാഷ് അല്ലാതെ പിന്നെ വേറെ ഏത് ഡാൻസ് മാഷാണ് ഉള്ളത്? ഇത് അവന്റെ ടെക്നിക്കാണ്. അടിച്ചവന്റെ കവാലെ കുറ്റി പൊട്ടിക്ക്. ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. ആശാരിമാരുടെ കിഡ്നി വിറ്റ് വീട്ടു ചെലവ് നടത്തേണ്ട ഗതികേടൊന്നും എന്റെ കുടുംബത്തിൽ ഇല്ലടാ. ആ കിഡ്നി പ്രശ്നമൊക്കെ തീർന്നല്ലോ, എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ആ പിരിഞ്ഞേ 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 പിരിഞ്ഞേ. മാഷേ വാ. പകുതി കാശിന് വിസ കിട്ടുമെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുന്ന് തന്നെ ഞാനും പറയുന്നത്. പക്ഷേ അതിന് ആധാരം പണപ്പെടുത്താന്ന് പറഞ്ഞാ തിരിച്ചു വീട്ടിലോട്ട് ചെല്ലുമ്പോ ഫൽഗുണി ചേട്ടന്റെ അമ്മയോട് ഞാനെന്ത് പറയും? പിന്നെ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? വീതം വെക്കാത്ത സ്ഥിതിക്ക് ഈ വീടിനും പുരയിടത്തിനും എല്ലാവർക്കും തുല്യ അവകാശമാണ്. കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺപിള്ളേരുള്ള വീടായത്. ആ കല്യാണം കഴിച്ചവരുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എന്റെ കല്യാണത്തിന് ഫൽഗുണ ചേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പകുതി പോലും അച്ഛൻ കൊടുത്തിട്ടില്ല. അറിയാലോ അമ്മയ്ക്ക്. നാട്ടുകാരേട്ടാ എന്ത് പറയും? ആ നാട്ടുകാർ പറയുന്ന കേൾക്കാൻ പോയാലേ ചേട്ടന് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. നീ പോടി, അഭിപ്രായം പറയാൻ നിന്നെ ആരാണ്ട് ഇങ്ങോട്ട് വിളിച്ചോ? എടാ കൃഷ്ണൻകുട്ടി, നീ ഞാൻ പറയുന്നത് കേക്ക്. ആധാരം പണയപ്പെടുത്തി കിട്ടുന്ന വിസ കൊണ്ട് ആദ്യം ഫൽഗുണ ചേട്ടൻ പോയി. ചേട്ടനാണെങ്കിൽ ഇവിടെ ഒരു പണിയും ഇല്ലാണ്ടിരിക്കല്ലേ. ഉറക്ക വിസ അല്ലിത്. ഗൾഫിൽ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? ചൊറിയും കുത്തിയിരിക്കാനോ? ഈ ചൊറികുത്തി വായി നോക്കിയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ എന്നെ ഇങ്ങനെ കെട്ടിച്ചു കൊടുത്തത്. അയ്യടാ, 5 പവന് 25,000 ഒലിവയ്ക്ക് ഏത് കോന്തം വരും? പ്രസന്നകുമാരി നിർത്ത്. ഇവിടെ ആരും സ്ഥലം പണയപ്പെടുത്തുന്നില്ല, ഗൾഫിൽ പോകുന്നില്ല. പോരെ? അല്ല, അവിടെ നിനക്ക് എന്താ ഇത്ര മടി? ചേട്ടൻ അവിടെ ചെന്നൊരു വിസ വാങ്ങി നിനക്ക് അയച്ചു തരില്ലേ? ഓ ഇവനവിടെ വിസ പെട്ടിക്കടയിൽ കെട്ടിത്തൂക്കി ഇട്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ ഇവൻ അവിടെ ചെന്നിട്ട് ചേട്ടന് വിസ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പറഞ്ഞില്ലേ ഇവിടെ ആരും ഗൾഫിൽ പോകുന്നില്ല. ആ വാക്ക് കൊടുത്ത ആശാരിമാരെ എങ്ങനെയെങ്കിലും അക്കരെ കടത്തിയിട്ട് ഞാൻ ഈ പണി നിർത്തുവാ. വിസയില്ല, ചീത്തയും കേൾക്കണം. ആ എന്നാലും അളിയനെ വിടത്തില്ല.